നിൽക്കാനിപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനൊരു സമയം കിട്ടുന്നേ ഇല്ലല്ലോ. പിന്നെ മോന് മുഹമ്മദിനെ പ്രസവിച്ചെടുക്കായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരലും നിൽക്കലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കുറേ ആയിട്ട് പറയുന്നുണ്ട് നിൽക്കാൻ വരണം അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കണം. അങ്ങനെ ഞാൻ ചെന്നാൽ അങ്ങനെയും പറയട്ടെ. അപ്പോൾ അതിനൊന്നും പറ്റാതെ ഇപ്പോൾ നിൽക്കാൻ വന്നതാണ് കേട്ടോ. ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ ായിരുന്നു റഫീഖയും സ്റ്റേഷനിലെ പോലീസുകാർ മീൻസ് ഇത് റഫീഖിൻ്റെ പെങ്ങളെ മോനാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. റഫീഖാൻ്റെ പെങ്ങളെ മോനും പിന്നെ ഒരു ഫ്രണ്ടുമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ എടുത്തിയും മക്കളും അവർ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം അവർക്കും പോവാൻ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ മന്തിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാര്യം മന്തിയൊക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മൾ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. പെർഫെക്റ്റ് മന്തി റെസിപ്പിയും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ദം ബിരിയാണിയും അതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ടുള്ള ബിരിയാണിയും എല്ലാം ഫിഷ് മന്തി എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. നല്ല സൂപ്പർ റെസിപ്പിയാണ്. പെർഫെക്റ്റ് റെസിപ്പീസാണ് കേട്ടോ. ഒന്നും നിങ്ങൾക്ക് എന്താ പറയുക പാളിപ്പോകാത്ത കിടലൻ റെസിപ്പി തന്നെയാണ്. കണ്ടു നോക്കാം. അപ്പോൾ ഇതാ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാത്തത് ഇന്നലെ മൊത്തം വീഡിയോ എടുക്കാത്തത് മറ്റൊന്നുമല്ല. നമ്മൾ ഫുഡും ഒക്കെ എല്ലാവരും വരുമ്പോൾ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കും. പക്ഷേ നമ്മൾ ഫുഡൊക്കെ ആക്കലും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ വേറൊരാൾ എടുത്ത് തരികയല്ലല്ലോ, ഞാൻ തന്നെ എടുക്കണ്ടേ ഫുഡ് ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ തന്നെ അത് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീരെ ഒരു ഫ്രീ ആവില്ല. അപ്പോൾ നമുക്ക് കുട്ടികളെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാനോ അതിനൊന്നും നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അപ്പം അങ്ങനെ ഒരു ഫ്രീ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കും ഇടയ്ക്കൊരു ചേഞ്ച് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ മന്തി ഞാൻ കാണിച്ചതുമാണല്ലോ. പിന്നെ അതിനോടൊക്കെ കാര്യം വിട്ടുപോയിട്ടാ. എനിക്ക് നെജി, അതായത് റഫീഖാൻ്റെ പെങ്ങളെ മോനെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഓൻ എൻ്റെ കയ്യിലൊരു സാധനം കൊണ്ടു തന്നില്ലേ, അത് 100K ആയതിൻ്റെ ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. ഒന്നുമല്ല, ഒരു ഫുഡ് ഓന് ക്യാമ്പിൽ നിന്ന് ഫുഡ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഓന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ്. സൺഡേ അവർക്ക് മെസ്സില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ റഫീഖ ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ആ ഫുഡ് ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. അതാണ് എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. അപ്പോൾ ഗിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് റഫീഖ ഒക്കെ ചിരിച്ചത് അവിടെ. ഞാൻ ആ സീനിൽ പറയാൻ വിട്ടുപോയി കേട്ടോ. അതാണ് വീണ്ടും എടുത്തു പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഇതാ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കണം. അപ്പോൾ കുട്ടികൾ മന്തിയായപ്പോൾ ഫുഡ് കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫുഡ് എടുത്തതാണ് കേട്ടോ. പിന്നെ അവർ പോയിട്ട് റഫീഖൊക്കെ ഇപ്പം തന്നെ പോകട്ടോ. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇറങ്ങിയിട്ട് നമ്മളും കൂടെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ ഹവ്വ ഇനി എന്തായാലും മന്തി ആയാലും ബിരിയാണി ആയാലും ഏതായാലും ഓക്ക് കണക്ക് തന്നെയാണ് കേട്ടോ. ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഓള് ഒന്നും വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട, മിഠായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ പറയണം ഫ്രണ്ടിൻ്റെ പേര് ഇവരെല്ലാം കാണും, അവരെല്ലാം കാണും വീഡിയോയിൽ. അവളോട് ഇങ്ങനെ പറയലുണ്ട് കേട്ടോ, വീഡിയോ കാണുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയലുണ്ട് ഇതിൻ്റെ അതിൽ കണ്ടല്ലോ ഇതിൽ കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ലെങ്കിൽ അയ്യേ നിൻ്റെ ആരൊക്കെയോ ഫ്രണ്ടിൻ്റെ പേരുണ്ട് കേട്ടോ, അരികേഷ് അങ്ങനെ ആരൊക്കെയോ ഉണ്ട്, എനിക്കിപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ അവരൊക്കെ കളിയാക്കൂലേ കാണൂലേ അവ ഇങ്ങനെയാണോ എന്ന് വിചാരിക്കല്ലോ എന്ന് പറഞ്ഞപ്പോൾ മര്യാദക്ക് ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റഫീക്ക രാത്രിയല്ലേ വരൂ, വൈകുന്നേരമല്ലേ വരുള്ളൂ. പിന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ ശരിക്കും. ഇനിയിപ്പോൾ ഇതാ ഇവർ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികളല്ലേ ഫുള്ളി മേക്കപ്പിൻ്റെ തിരക്കാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ കൊടുക്കലില്ല. അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഞാൻ വന്ന് ചോദിച്ചു പൗഡറും ഒക്കെ അവരോട് തന്നെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് തന്നെ അങ്ങ് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിട്ടാ കാണുന്നത്. തലവാരുന്ന് പൗഡർ ഇടുന്നു, ക്രീം ഇടുന്നു, പൗഡറിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് പൗഡർ ഇടും. അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒരുങ്ങുന്ന തിരക്കാണ്. അപ്പം വേഗം ഒരുങ്ങി റെഡിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട് പാർക്കിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റാവലുണ്ട്. അപ്പോൾ വേഗം ഇൻട്രസ്റ്റിൽ വേഗം ഇറങ്ങിക്കോളുമല്ലോ. പിന്നെ ഇവിടെ നിന്ന് അവർക്ക് പോകുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പാർക്കിലേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വേഗം ഒരുങ്ങി അങ്ങ് ഇറങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. എന്തായാലും കുട്ടീനെയും കൊണ്ട് മോനെയും കൊണ്ട് നമ്മൾ എന്തായാലും പാർക്കിലേക്കൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. നേരെ വീട്ടിലേക്ക് തന്നെയാണ് വെറുതെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇതിന് ശേഷം ഫുൾ സീനാണ് കേട്ടോ, ഫുൾ കരച്ചിലായിരുന്നു. പാർക്കിലേക്കൊന്നും കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരഞ്ഞ് വിളിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവർ വൈകുന്നേരം ഒരു 4-5 മണിയായപ്പോൾ 5 മണിയൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ്. കാരണം നമ്മളെ ലൈഫിൽ അങ്ങനെ എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകും. പക്ഷേ ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആണ് കേട്ടോ, എന്തോ ഒരു മൂഡ് ഓഫാണ്. അപ്പോൾ ആ ഒരു മൂഡ് ഓഫ് എല്ലാം മാറാൻ വേണ്ടിയിട്ട് റഫീക്ക ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ റഫീഖാൻ്റെ ഒന്നുമല്ല, റഫീഖാൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോള് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള ഇവിടെ ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ റഫീഖ നമുക്ക് എന്നാൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടും വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളെ സിന്ദൂറിലേക്കാണ് കേട്ടോ, കൽപ്പറ്റ വയനാട് കൽപ്പറ്റയിലുള്ള സിന്ദൂർ ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത്. ഞാൻ കുറേ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും എല്ലാവരും ചോദിക്കട്ടെ ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ഇത് ഫ്രണ്ട് ഇങ്ങനെ ആയിട്ടുള്ളത് അവരെന്തോ വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ ഫ്രണ്ട് വ്യൂ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഷോപ്പ് എവിടെയാണ് എന്താണെന്നൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ബേബി ഗേളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗേളിനുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുറേ പേര് നമ്മൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ആൾ വന്നിട്ടുണ്ടായിരുന്നു, ജംഷി റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ അവർ കൊടുവള്ളി അവിടെ നിന്ന് വന്നിട്ടുണ്ട്, പിന്നെ കണ്ണൂർ ആ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് കുറേ ടോപ്പും ചുരിദാറൊക്കെ എടുത്തിട്ട് പോയി, ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് പോയി എന്നൊക്കെ ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും താങ്ക് യു കേട്ടോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇവിടെ വന്നിട്ടും ഇഷ്ടമായി എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വന്ന വിവരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം കേട്ടോ. ഷോപ്പിൽ വന്നതിനല്ല, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഏറ്റെടുത്തു എന്നതിലാണ് കേട്ടോ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞത്. കാരണം ഷോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. കാര്യം ക്ലോത്തിൻ്റെയും ഒന്നിനെ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് സാധനം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എടുത്തോ, എന്തായാലും ഒരു കുഴപ്പവും വരില്ല കേട്ടോ, അത്രയും ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യാം, അത്രയും ഗ്യാരണ്ടിയാണ് അവർ ക്ലോത്തിലും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫാൻസി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫാൻസിയൊക്കെ നമ്മൾ ഡ്രൈ വാഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കംപ്ലയിൻ്റ് അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ നമ്മൾ ബേബിക്കുള്ള ഡ്രസ്സെല്ലാം നോക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വേഗം കിട്ടുകയും ചെയ്യും കേട്ടോ അവർക്കുള്ള ഡ്രസ്സ്. നേരെ മറിച്ച് നമുക്ക് ആൺകുട്ടികൾക്കുള്ള ബോയ്സിനുള്ളത് എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ പോപ്പീസിൻ്റെ അങ്ങനെ വരുന്നത്. അങ്ങനെ നമ്മൾ 1-2 ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും വരുന്നുണ്ട് കേട്ടോ.
എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, ഷൂ അങ്ങനത്തെ ഇപ്പോൾ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല സെലക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ വേണമെങ്കിൽ കയറി നോക്കിക്കോട്ടോ. അപ്പോൾ എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പർപ്പിൾ കളറിലെ വൈറ്റ് ആൻഡ് പർപ്പിൾ കളർ അതും അതുപോലെ തന്നെ ഇതും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല സോഫ്റ്റ് ക്ലോത്താണ് രണ്ടും പോപ്പീസിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് അത് എടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മളെ കണ്ണ് ഇങ്ങനെ ചുരിദാർ ടോപ്പുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ കണ്ണ് ഓടിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് തന്നെ പോയത്. അപ്പോൾ പിന്നെ ഇതാ വേഗം ഞാൻ വന്ന ഉടനെ തന്നെ ഇതാ 1-2 ടോപ്പിലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി. അതെന്തായാലും അങ്ങനെ തന്നെയല്ല, നമുക്ക് ആർക്കെടുക്കാൻ പോയാലും ചുരിദാറിൻ്റെ ആ ഒരു ഫ്ലോറിലെത്തുന്ന സമയത്ത് നമ്മളെ കണ്ണൊന്ന് ഓടിക്കും. അപ്പോൾ അങ്ങനെ ഞാനൊരു 2 ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. കിട്ടുകയാണെങ്കിൽ നല്ലത് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നെ അത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വേറെ ഏതെങ്കിലും നല്ലതുണ്ടോ, എനിക്കിഷ്ടമായതുണ്ടോ എന്നെല്ലാം നോക്കുകയാണ് കേട്ടോ. പിന്നെ സ്ലീവും എനിക്ക് ഫുൾ സ്ലീവ് കിട്ടണം. അതുപോലെ തന്നെ കോളർ നെക്ക് ഉണ്ടല്ലോ, നിർബന്ധമില്ല, പക്ഷേ കോളർ നെക്ക് കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പം നമ്മൾ ഷോൾ ഇടുമ്പോൾ നന്നായിട്ട് കവറായിട്ട് നിൽക്കുമല്ലോ, ബാക്ക് നമുക്ക് നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല. മറ്റേത് നമ്മൾ കോളർ അല്ലാത്തത് ഇടുന്ന സമയത്ത് ടോപ്പെല്ലാം കോളറല്ല ടോപ്പിൽ ഇട്ടാ, മറ്റേത് ഞാൻ അല്ലാത്തതും ഇടാറില്ല. നമ്മൾ ഷോൾ ഇങ്ങനെ വിരിച്ചിടുകയല്ലേ ചെയ്യുക. അത് കോളർ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നലുണ്ട്. നമുക്ക് ഷോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കവർ ചെയ്തിടുമ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് ബാക്ക് നമുക്ക് അങ്ങനെ നല്ല റെഡി ആയിട്ട് തന്നെ ഇരുന്നോളും. ബാക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, കഴുത്തും കാര്യങ്ങളൊന്നും. അപ്പം അങ്ങനെ എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ഉണ്ടോ എന്നിങ്ങനെ നോക്കാണ്ട്. ഇതൊക്കെ റേറ്റ് കുറേയൊക്കെ ഇതാ ഈ കാണുന്ന അങ്ങനത്തെയൊക്കെ റേറ്റ് വരുന്നത് 600, 700, 800, 900 ആ ഒരു റേറ്റിലാണ് ഇതൊക്കെ വരുന്നത്. അതിൽ കുറഞ്ഞതും ഉണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ടോപ്പിൽ. പിന്നെ ഷോർട്ടായിട്ട് വരുന്നതും ടീനേജിന് പറ്റിയിട്ടുള്ള ആ ഒരു മോഡേൺ വെയറും അതെല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ട് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പെല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ അതൊന്നല്ല നോക്കുന്നത്, ഞാൻ കുറച്ചൊരു എന്താ പറയുക നല്ല ഇറക്കമുള്ള ആ ഒരു ടൈപ്പിലാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ നോക്കി, എന്നിട്ട് ഇത് തന്നെയാണ് കേട്ടോ എടുത്തത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കറക്റ്റാണ് കേട്ടോ, എനിക്ക് ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ്. സ്ലീവ് ഉണ്ട്, നെക്ക് കോളറല്ല, എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടത് ഷിഫോണാണ് കേട്ടോ. ക്ലോത്ത് നല്ല ക്ലോത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ കളറും ഒരു പിങ്ക് നല്ല കളർ കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ അടുത്ത ഇതാണ് കേട്ടോ, ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ നോക്കിയ ആ രണ്ടെണ്ണമാണ് കേട്ടത്. പിന്നെ വെറുതെ ഒന്നും കൂടെ നോക്കി, പക്ഷേ ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ് കേട്ടോ. ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫുൾ സ്ലീവാണ്, കോളറിനൊക്കെയാണ് കേട്ടോ. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓവർ ഫ്ലെയർ അല്ല, എന്നാൽ ഒരു സൈഡിൽ ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതുള്ളത്. നല്ല ക്ലോത്താണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലോത്ത്. അങ്ങനെ ഇങ്ങനത്തെതെല്ലാം എടുത്താൽ പിന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. സെപ്പറേറ്റ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറഞ്ഞ കോട്ടൺ അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ട് ടോപ്പെല്ലാം തയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാ ലൈഫിൽ ഇപ്പോൾ എൻ്റെ കാര്യം ഇങ്ങനെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിരുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ടോപ്പ് എടുക്കും, അത് ചിലപ്പോൾ സ്ലിറ്റ് ഉള്ളതായിരിക്കും അല്ലെങ്കിൽ സ്ലിറ്റ് ഇല്ലാത്തതായിരിക്കും. ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് സ്ലിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ. നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ പണ്ട് ഞാൻ ചെയ്തിരുന്നത് വീട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് ഇടാൻ നമ്മൾ ടോപ്പ് വാങ്ങുമല്ലോ, ജസ്റ്റ് ഹോസ്പിറ്റലിൽ ടൗണിൽ പോകാൻ അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫംഗ്ഷൻ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടോപ്പ് തന്നെയല്ലേ യൂസ് ചെയ്യുക. അതിങ്ങനെ റൗണ്ട് ആയിട്ടുള്ളതും ഫ്ലെയർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ സ്ലിറ്റുള്ള സാധാ കുർത്ത അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വാങ്ങിയത് നമ്മൾ കുറച്ചൊന്ന് പുറത്തേക്കെല്ലാം യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പഴകി വരുമ്പോൾ അത് വീട്ടിലിടുക കേട്ടോ ചെയ്യുക. അല്ലാണ്ട് വീട്ടിലിടാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഡ്രസ്സ് വാങ്ങലേ ഇല്ല, ഒരിക്കലും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ മാക്സിമം നമ്മൾ ഡ്രസ്സ് എന്താ പറയുക അത്രയും നാശമാകുന്നവരെയും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എന്നിട്ട് പിന്നെ പുതിയത് വാങ്ങുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. ഇപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന്
ശ്രദ്ധിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് കുറഞ്ഞ ക്ലോത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് എടുക്കലുണ്ട്. അല്ലാണ്ടപ്പോൾ ഞാൻ മറ്റേ രീതിയിൽ ആദ്യം പറഞ്ഞ രീതിയിലാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ അത് രണ്ടും എടുത്തു, നമ്മൾ ബേബിക്കുള്ള ഡ്രസ്സും എടുത്തു. അങ്ങനെ ഇതാ നമ്മൾ താഴത്തെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏകദേശം സമയമായി, എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 8:30 9 മണിയൊക്കെ ആയിട്ടുണ്ട്, 9 മണിക്കാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങി ഷോപ്പെല്ലാം ക്ലോസ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ക്ലോസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴെക്കൂടെ ആയിട്ട് ഇറങ്ങുക, ഉള്ളിലൂടെ പുറത്തേക്കുള്ള വഴിയുണ്ട്, അവർക്ക് സ്റ്റാഫിനൊക്കെ ഇറങ്ങി പോകാനുള്ള. അപ്പോൾ അതിലൂടെയാട്ടോ നമ്മൾ പോവുക. അപ്പോൾ ഞാനും റഫീഖും ഷോപ്പിങ്ങിന് വരുമ്പോൾ അധികം ഈ ഒരു ടൈമിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മളായിരിക്കും പോവുക. പിന്നെ ഇവിടെ എല്ലാവരും നമ്മൾ എന്താ പറയുക, നമ്മൾ നല്ല, എനിക്കാണെങ്കിലും റഫീഖാനാണെങ്കിലും നല്ല പരിചയം, നല്ല ബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്കൊരു അങ്ങനെ തോന്നൂല വന്നു കഴിഞ്ഞാൽ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതിപ്പോൾ വീട്ടിലായാലും റോഡ് സൈഡിലായാലും ഭംഗി തന്നെയല്ലേ, നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ജമന്തി അങ്ങനത്തെ ഒക്കെ ഫ്ലവറായിട്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര പൂവുണ്ടായിട്ട് കാണാനില്ല കേട്ടോ. റോട്ടിലൊക്കെ ഉള്ളത് എന്താ പൂവ് നല്ല ഭംഗിയിൽ നിൽക്കുന്നതായിട്ട് കാണും. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഫാത്തിമ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇത് നമ്മളെ വീടിന് അടുത്താണ് കേട്ടോ. ശരിക്കും നമ്മളവിടുന്ന് വേഗം എത്താനുള്ള വഴിയെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് അതിലെ വരാൻ പറ്റാത്തതുകൊണ്ട്, പിന്നെ നമ്മൾ ടൗണിൽ നിന്ന് വന്നതുകൊണ്ടാണ് കേട്ടോ ചുറ്റി വന്നിട്ടുള്ളത്. ടൗണിലൂടെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അല്ലാണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റൽ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ റഫീഖാൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ മോള്. അപ്പോൾ ആള് നല്ല കണ്ണൊക്കെ തുറന്ന് നന്നായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ നേരം ഇരുന്നു. പിന്നെ ഞാൻ പോകാൻ നേരത്തെ ഈ ഒരു ഷോട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആൾ നല്ല ഉറക്കമായി. അങ്ങനെ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി നേരെ വീട്ടിലേക്ക്. ഇപ്പോൾ കുറേ സമയമായിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ ഉച്ചയ്ക്ക്. അപ്പോൾ അതൊക്കെ തന്നെ കുറേ ഇല്ല, കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടാവുമല്ലേ നമുക്കും വാവക്കും കഴിക്കാനുള്ളത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി ഫുഡ് കഴിക്കുക, നേരെ കിടക്കുക, ഇത് തന്നെ കേട്ടോ. അപ്പോൾ ഇത്ര വൈകിട്ട് നമ്മൾ കഴിക്കലില്ല ഫുഡ്. പിന്നെ പുറത്ത് പോയൊക്കെ വരുമ്പോൾ ഒരു വിശപ്പുണ്ടാവില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പുറത്തെല്ലാം വെറുതെ എന്തെങ്കിലും ഒന്ന് പോയി വന്നാൽ മതി, അത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തായാലും കഴിക്കണം തോന്നും. അപ്പോൾ പിന്നെ കഴിക്കലുണ്ട്. അങ്ങനെ എന്തായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നാൽ ഉള്ള ആദ്യത്തെ പരിപാടി ഇതാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കുക, അത് ഇട്ട് വെക്കുക. അത് ഏത് സമയത്താണെങ്കിലും അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ കാണിച്ചു കൊടുക്കും കേട്ടോ. റഫീഖ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കി നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ ഇടുക, അത് ആ രീതിയിലൊന്ന് ഇട്ടൊക്കെ നോക്കി ഭംഗിയുണ്ട് ഫുൾ നമുക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞാൽ ഒരു സമാധാനം കേട്ടോ. പിന്നെയാണ് മടക്കി എടുത്ത് വെക്കുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച ചുരിദാർ, ആ ഒരു ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. രണ്ടാമത്തത് ഇതാണ് കേട്ടോ. അതിന് ഞാൻ ഷോളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേതിലേക്ക് ഹാഷും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ, ഇതിലേക്ക് ഈ ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് അവിടെ കുറച്ചൊരു പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ഓവർ ഫ്ലെയറും കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ കോളർ നെക്കാണ്, ഇങ്ങനെ കുറച്ച് ഹെവി കോളറാണ് കേട്ടോ. കോളറൊന്നും നമ്മൾ ഷോൾ ഇടുന്ന സമയത്ത് കാണൂലല്ലോ, പക്ഷെ നല്ല കംഫർട്ടബിളാണ് അങ്ങനെ ഇടുന്ന സമയത്ത്. സ്ലീവ് ഫുൾ സ്ലീവ് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. എൻ്റെ ബട്ടണൊക്കെ വന്നിട്ടുള്ള നല്ല ക്ലോത്തായിട്ടത്, ഒരു സിൽക്കി മെറ്റീരിയൽ പോലൊക്കെ തോന്നും അങ്ങനത്തെ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 829 കേട്ടോ. മറ്റേതിന് 900, 890 സംതിങ്. അപ്പോൾ നമ്മൾ ഷോളിൻ്റെ റേറ്റ് 109, 129 അങ്ങനെയാട്ടെ വരുന്നത്. ഒന്നിന് 129, ഒന്നിന് 109 ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു റേറ്റിൻ്റെ ചെറിയൊരു വ്യത്യാസം വന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഫുഡ് കഴിക്കട്ടെ.
ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ കഴിച്ച പാത്രം കൂടെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ രാത്രി എത്ര വൈകിയാലും കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അതിന് എങ്ങനെയായാലും എത്ര വയ്യാണ്ടിരുന്നാലും ശ്രദ്ധിക്കലുണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്കെന്തെങ്കിലും വയ്യായിക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും അത് ചെയ്തോളൂ കേട്ടോ. നമ്മളത് കണ്ടിട്ട് തന്നെ നമ്മളങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഡെയിലി അങ്ങനെ ചെയ്യുന്നൊരു ആളുകളാണെങ്കിൽ അവരും അത് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരും അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും കേട്ടോ. നമ്മളെ ഹസ്ബൻഡായാലും മക്കളായാലും. അങ്ങനെ ഇതാ ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് ടേബിളൊക്കെ ഒന്ന് തുടച്ച്, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് കൂടെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഹെവി ആയിട്ട് ഒന്നും തുടക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നനച്ച് എല്ലായിടമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരാൻ തന്നെ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. പണിയെടുക്കാനും ക്ലീൻ ആയിട്ടുള്ള കിച്ചണിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉഷാറല്ലേ, ഒരു ഉന്മേഷമല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.